നായിന്റെ മോനെ. അല്ല മഹിയേട്ടാ, ബാഗൊക്കെ ആയിട്ട് ഇതെങ്ങോട്ടാണ്? കമ്പനി ആവശ്യത്തിന് ബാംഗ്ലൂർ വരെ ഒന്ന് പോണം. അല്ല, എപ്പോഴങ്ങോട്ട് തിരിച്ച്? ഇനി ഇപ്പോഴൊന്നുമില്ല, 5-6 മാസം കഴിഞ്ഞിട്ടേ വരാൻ പറ്റൂ. പിന്നെ ഒരു കണ്ണങ്ങോട്ട് വേണം. മോക്ക് കളറോ പെൻസിലോ എന്തോ വേണമെന്ന് പറഞ്ഞിരുന്നു, ഒന്ന് വാങ്ങിക്കൊടുത്തേക്കേ. അതൊന്നും ആലോചിച്ച് നിങ്ങൾ ബേജാറാണ്ട, അതൊക്കെ ഞാൻ വേണ്ടിയ പോലെ കൈകാര്യം ചെയ്തോളൂ. എല്ലാത്തിനും വേണ്ട നന്നായി. ഇവന്റെ അനിയനെ പോലല്ല, അനിയൻ തന്നെ. എന്താ ലിസിയെ? മഹിയേട്ടാ, എന്താ പ്രശ്നം? കിടന്ന് കീറാതെ കാര്യം പറ. നമ്മുടെ മോൾ ആരോ ചതിച്ചു മഹിയേട്ടാ. ചതിച്ചെന്നോ? നീ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ 7 മാസം കൂടി കഴിഞ്ഞ നമ്മുടെ മോളൊരു അമ്മയാവും മഹിയേട്ടാ. നോ, ഞാനിത് വിശ്വസിക്കില്ല. നീ എന്താണ് ഈ പറയുന്നത്? നിനക്ക് ഭ്രാന്തായോ? തലകറങ്ങി വീണപ്പോൾ ഞാൻ ആദ്യം കരുതി എന്തെങ്കിലും അസുഖമായിരിക്കും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് കാര്യം മനസ്സിലായത്. പ്രസവിക്കല്ലാണ്ട് വേറെ ഒരു വഴിയുമില്ല. ഇനി ഒരു വഴിയേ ഉള്ളൂ, കൂട്ടാത്മഹത്യ. മോളെ മോളെ മോളെ, അച്ഛൻ വന്നു മോളെ. മോളെ മോളെ എണീക്ക് മോളെ, പറ, അച്ഛനോട് പറ മോളെ. ആരാ മോളെ? എണീക്ക്. സംസാരിക്കാൻ കഴിയാത്ത നമ്മൾ മോളാരെ മഹിയേട്ടാ ചതിച്ച്.
ഇവന്റെ അനിയനെ പോലല്ല അനിയൻ തന്നെ. നായിന്റെ മോനെ മെമ്പർ എന്തിനാ വിളിച്ചേ? തിരിച്ചു വിളിക്കാൻ ഫോണില് പൈസ അല്ലായിരുന്നു. ഇന്നലെ എന്താ ഈ ബോധവൽക്കരണ ക്ലാസ് പങ്കെടുക്കാഞ്ഞ്? ലഹരിക്കെതിരെയുള്ള ക്ലാസ് അല്ലായിരുന്നോ?
നീയൊക്കെ അല്ലേ പങ്കെടുക്കണ്ടത്? അതൊന്നും പറയണ്ട മെമ്പറെ. ഇന്നലെ മക്കൾക്ക് തീരെ സുഖമല്ലായിരുന്നു. പിന്നെ മെമ്പറെ, റജിയറിനെ കൊണ്ട് ഒരു സ്വൈര്യവും ഇല്ല. എന്താ ഇപ്പൊ ചെയ്യാ? കൊറേ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞല്ലേ, എന്നിട്ടൊരു കാര്യമില്ലേ? അതിലൊന്നും ഒരു കാര്യമല്ല മെമ്പറെ. റജിയേട്ടന്റെ ഉപദ്രവം കൂടി കൂടി വരിക. ഇത്തരം പ്രശ്നമുള്ളവർക്ക് ഇന്നലെ ബോധവൽക്കരണ ക്ലാസ്സിൽ വന്നോല് ഒരു നമ്പർ തന്നിട്ടുണ്ടായിനോ? അനക്ക് ഞാൻ നമ്പർ തരാം, ഈ ഒന്ന് വിളിച്ചോക്ക്. ദേവൂട്ടിയെ നന്ദൂട്ടിയെ വാ ചോറ് കഴിക്കേ. ഒരു മിനിറ്റ് നിക്കമ്മേ. ഹോ, ഈ അമ്മനെ കൊണ്ട് എന്തൊരു ശല്യ. മക്കളെ, അച്ഛൻ ഏത് കോലത്തിലാ വരിക അറിയില്ല. ഇന്ന് ഞായറാഴ്ചയാ. ഇങ്ങോട്ട് വാ. ആർക്കാടി ചോറ്? നിന്നെ ഞാനിന്ന് റജിയേട്ടാ തല്ലല്ലേ റജിയേട്ടാ. റജിയേട്ടാ തല്ലല്ലേ റജിയേട്ടാ. റജിയേട്ടാ ഹലോ ഹലോ, എടോ, 10 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ഒരു ടീം ഞങ്ങൾക്ക് പുറത്തുണ്ട്, നിന്നെ പോലുള്ളവരെ നിരീക്ഷിക്കാൻ. മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. ഇവിടെ പോലീസും കോടതിയൊക്കെ ഞങ്ങൾ തന്നെയാ. വേദന എന്താണെന്ന് നീ അറിയണം. സ്ത്രീകളെ മാത്രം ഉപദ്രവിച്ച് നിനക്ക് ശീലമുള്ളൂ. വേദന നീ അറിയണം. നിന്നെ പോലുള്ള ഒരാളെ കൊന്ന ഞങ്ങൾക്ക് പുണ്യം കിട്ടും. നിന്നെ കൊന്ന നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും സ്വൈര്യവും സമാധാനവും കിട്ടും. നിന്നെ പോലുള്ളവർ മൂലം വരും തലമുറയാണ് നശിക്കുന്നത്. ഞങ്ങൾ നിന്നെപ്പോലെയുള്ള ആളുകളെ ഒന്ന് പീഡിപ്പിച്ചു വിടും. ചിലപ്പോൾ ആളുകൾ നന്നാവും. ഞങ്ങളെ ഒരു വിലയും വെക്കാത്തവരെ ഞങ്ങൾ തീർക്കും, അഥവാ കൊന്നുകളയും. ഞങ്ങളെപ്പറ്റി പുറം ലോകത്തിനൊന്നും അറിയില്ല. നിന്നെപ്പോലെയുള്ളവർ പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. എടോ, ഞങ്ങളുടെ ജീവചരിത്രം അറിയോ തനിക്ക്? ഞങ്ങൾക്കും ഉണ്ടായിരുന്നടാ അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെയുള്ള ഒരു കുടുംബം. നിന്നെ പോലുള്ള കാരണം ഞങ്ങൾക്കെല്ലാം നഷ്ടമായി. ഞങ്ങൾ നിന്നെപ്പോലുള്ള ചെറ്റകളെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കും. ഞങ്ങൾക്കിനി ജീവിതത്തിൽ ഒന്നുമില്ലടാ നഷ്ടപ്പെടാനും നേടിയെടുക്കാനും. ലഹരിക്കടിമയാകുന്ന ആളുകൾ എന്നും ഈ സമൂഹത്തിനൊരു ബാധ്യതയാണ്. നീ അത് മനസ്സിലാക്കണം. ജീവിതത്തിൽ ഒറ്റപ്പെടൽ വല്ലാത്തൊരവസ്ഥയാണ്, വല്ലാത്തൊരവസ്ഥ. നടുക്കടലിലെത്തി കരയേതെന്നറിയാതെ എങ്ങോട്ട് നീങ്ങണമെന്നറിയാതെ നിന്റെ കൈയും കാലും തളർന്ന് മരണത്തിലെത്തുമ്പോൾ നിന്റെ അവസാന ശ്വാസത്തിൽ ചിന്തിക്കും, വേണ്ടിയിരുന്നില്ല. ആ ചിന്ത നീ ഇപ്പോൾ ചിന്തിച്ചാൽ രക്ഷപ്പെടും. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നല്ലേ? ലഹരിക്കെതിരെ പൊരുതുക. പൊരുതുന്നവന് മാത്രമേ വിജയമുള്ളൂ. ഒന്ന് നിൽക്കണേ. എനിക്കെല്ലാം മനസ്സിലായി. ഞാനും കൂടി കൂടിക്കോട്ടെ ലഹരിക്കെതിരെ പൊരുതാൻ. വർഷങ്ങൾക്ക് മുൻപ് ഈ മോളാൽ എനിക്ക് സങ്കടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.
പക്ഷേ ഇപ്പോൾ ഈ മോളെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അന്ന് ഈ ചോരക്കുഞ്ഞിനെ എൻ്റെ കൈകളിൽ തന്ന് അവൾ പോയപ്പോൾ ഞാൻ കരഞ്ഞില്ല. ഇവളുടെ അമ്മയെ നശിപ്പിച്ചവനെ കൊന്ന് എൻ്റെ മഹിയേട്ടൻ അന്തസ്സോടെ ജയിലിൽ പോയപ്പോൾ ഞാൻ കരഞ്ഞില്ല. എന്നാൽ ഇപ്പം എനിക്കൊരു സങ്കടമുണ്ട്. എന്താ ഇപ്പൊ ഒരു സങ്കടം? ജയിൽ ശിക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയ മഹിയേട്ടൻ മകളെ കൊണ്ടുള്ള ദുഃഖത്താൽ മാനസികമായി അലയുന്ന മഹിയേട്ടനെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. അമ്മച്ചനെ പഴയതുപോലെ നമുക്ക് മാറ്റാം. ഇവൾ എൻ്റെ അഭിമാനമാണ്. ഇവൾ നിങ്ങളുടെ മാത്രം അഭിമാനമല്ല, ഈ നാടിന്റെയും അഭിമാനമാണ്. ഞങ്ങളുടെ ഈ പോരാട്ടം ആർക്കും നേർക്കല്ല, ലഹരിക്കെതിരെയാണ്. നിങ്ങളും ഉണ്ടാവില്ലേ ഞങ്ങളുടെ ഒപ്പം? എടോ, 10 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ഒരു ടീം ഞങ്ങൾക്ക് പുറത്തുണ്ട്, നിന്നെപ്പോലുള്ളവരെ നിരീക്ഷിക്കാൻ. ഇനി ഇവർ നയിക്കും നമ്മുടെ നാട്. ലഹരിക്കടിമപ്പെടുന്നവരെയെല്ലാം അതിശക്തമായി എതിർത്ത് ഈ നാടിനെ ലഹരി വിമുക്തമാക്കി മാറ്റാൻ ഇവർക്ക് സാധിക്കട്ടെ. ഇനിയുള്ള തലമുറയ്ക്ക് സാധിക്കട്ടെ.